കാണുന്നതുപോലെ ഒരു കുർത്തിയാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ടേപ്പോ കാര്യമായിട്ടുള്ള മറ്റ് മെഷർമെന്റ്സോ ആവശ്യമില്ല. നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കുർത്തി അല്ലെങ്കിൽ ഒരു ചുരിദാർ ടോപ്പ് നമ്മൾ എടുത്തിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിരിക്കണം അതിന്റെ അളവുകളെല്ലാം. അത് നമ്മൾ നാലായിട്ട് മടക്കി നമ്മൾ പുതിയ തുണിയുടെ മുകളിലേക്ക് വെച്ചിട്ട് വിട്ട് ഈ രീതി നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതായിരിക്കും. എങ്കിലും ഇതിനൊരു പ്രത്യേക നെക്ക് ഡിസൈൻ കൂടി ഞാൻ കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാലായിട്ട് മടക്കി ഞാൻ തുണി ഇട്ടതിന് മുകളിലേക്ക് എന്റെ കുർത്തിക്ക് നാലായിട്ട് മടക്കി പിൻ ചെയ്ത് ഞാൻ വെച്ചിരിക്കുകയാണ്. ഒന്ന് തേക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ മുകളിൽ നോക്കിക്കുക, ഒരു 1/2 ഇഞ്ച് ഞാൻ വിട്ടിട്ടുണ്ട്. കാരണം നമുക്കൊരു തയ്യൽ തുമ്പ് വേണമല്ലോ. അങ്ങനെ നമ്മൾ എല്ലായിടത്തും കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിത് മാർക്ക് ചെയ്യാം. ആ ഒറിജിനലുള്ള വരയിൽ നിന്ന് 1/2 ഇഞ്ച് മുകളിലോട്ട് മാറ്റി വേണം നമ്മൾ തയ്യൽ തുമ്പിട്ട് കൊടുക്കുവാനായിട്ട്. കൈക്കുഴിയുടെ അവിടെ നമ്മളൊരു വര വരച്ചതിന് അതിന് മുകളിൽ 1/2 ഇഞ്ച് മാറ്റി പൊക്കി കൊടുക്കണം. കാരണം നമുക്ക് അവിടെയും തയ്യൽ തുമ്പ് ആവശ്യമാണ്. അല്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ ഷേപ്പിൽ തന്നെ നമുക്ക് വെട്ടാം. താഴെ വരെ നമുക്ക് അങ്ങനെ വെട്ടി ആ ഹിപ്പിന്റെ അവിടുത്തെ ഒരു മാർക്ക് ചെയ്യുക. താഴോട്ട് നമ്മുടെ സ്ലിറ്റും എല്ലാം അതുപോലെ തന്നെ മാർക്ക് ചെയ്യുക. അതിനപ്പുറത്തേക്ക് കിടക്കുന്ന ഭാഗത്താണ് നമ്മുടെ സീം അലവൻസ് എന്ന് പറയുന്നത്. സ്ലിറ്റിന്റെ ഭാഗത്തായിട്ട് നമുക്ക് 1 ഇഞ്ച് മതി. മറ്റു ഭാഗങ്ങൾ ചെസ്റ്റ് തൊട്ട് താഴോട്ട് 1.5 ഇഞ്ച് 2 ഇഞ്ച് നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. അപ്പൊ ഞാനിത് ഈ മാർക്കിംഗ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ലൈൻ നേരെ വരയ്ക്കുകയാണ്. ഈ മാർക്ക് ചെയ്ത ലൈൻ, അതായത് എന്റെ ആം ഹോൾ, നമുക്ക് ആം ഹോൾ വേണമെങ്കിൽ അതിലേ കൂടെ നമുക്ക് മാർക്ക് ചെയ്യാം. പക്ഷെ അത് പ്രാക്ടീസ് ഉള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങളിങ്ങനെ മുകളിലത്തെ ആ ജോയിൻ ചെയ്ത ഷോൾഡറും കൈക്കൂലിയൊക്കെ മാർക്ക് ചെയ്തിട്ട് നിങ്ങളിങ്ങനെ അത് ഒരു സ്ക്വയർ ആക്കി നമ്മൾ സാധാരണ നമ്മൾ എങ്ങനെയാണോ മെഷർമെന്റ് എടുത്ത് വരാം അതുപോലെ നമ്മൾ ടേപ്പ് ഇട്ടൊന്ന് വരയ്ക്കുന്നതിന് തെറ്റില്ല. അപ്പൊ നമുക്ക് ആ കറക്റ്റ് പോയിന്റിലൂടെ തന്നെ നമ്മൾ ഈ ആം ഹോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു ചെറിയ ഇതുപോലെ ഒരു ഷേപ്പ് ആക്കി എടുത്തു. എന്നിട്ട് നമ്മൾ താഴേക്ക് വരച്ചിരിക്കുന്നത് അത് നമ്മുടെ തയ്യൽ തുമ്പല്ല, നമ്മളെ കറക്റ്റ് തയ്യൽ പോകുന്ന രീതിയാണ്. അവിടെ താഴേക്ക് നമ്മൾ അതിലോട്ട് വേണം നമ്മുടെ തയ്യൽ പോകാനായിട്ട്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തു. അപ്പൊ അവിടെ ഒന്നൊരു വ്യത്യാസവും വേണ്ട, കാരണം നമ്മൾ കറക്റ്റ് ഇത് വെച്ചല്ലേ നമ്മൾ വെട്ടുന്നത്. പിന്നെ നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പോടെ നമ്മൾ ഇങ്ങനെ ഇടുകയാണ്. കണ്ടല്ലോ, സ്ലിറ്റിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് 1 ഇഞ്ച് മാത്രം മതി, മുകളിൽ 1.5 ഇഞ്ചും കൊടുത്തു. ഇപ്പൊ നമ്മളിവിടെ ഷോൾഡർ എന്ന് പറയുന്നത് നമ്മൾ 3 ഇഞ്ചാണ് നമുക്ക് നെക്ക് വിഡ്ത് വേണ്ടത്. അത് നമ്മൾ മാർക്ക് ചെയ്തു. പക്ഷെ ഇവിടെ നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നില്ല, കാരണം നമുക്ക് ക്യാൻവാസിലാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് മാറ്റി 6 ഇഞ്ച് ഇറക്കത്തിൽ നമ്മൾ താഴെ നെക്ക് ലെങ്ത് നമ്മൾ കൊടുത്തു. അത് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടെ നമ്മൾ ഒരു സ്ക്വയർ കൊടുക്കുന്നത് മാത്രമേ ഷേപ്പ് മാത്രം. പക്ഷെ എന്താണ് നെക്ക് വരയ്ക്കുന്നത് ഇവിടെ ഞാൻ കാണിക്കുന്നില്ല. ബാക്ക് നെക്ക് മാത്രം ഞാനിങ്ങനെ 3 ഇഞ്ചിൽ നമ്മൾ അവിടെ കറക്റ്റായിട്ട് നമ്മൾ ഷേപ്പ് ചെയ്തു. അവിടെ നേരത്തെ തന്നെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നിടത്താണ്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആം ഹോള് വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒരു ഷോൾഡർ സ്ലോപ്പ് നമ്മൾ ഓൾറെഡി അവിടെ ഒരു പോയിന്റ് കൊടുത്തെങ്കിൽ നന്നായിട്ടൊന്നും വരയ്ക്കുന്നത് തെറ്റില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു പേടിയുടെ ആവശ്യമില്ല. പക്ഷെ നമ്മളിത് സൂക്ഷിച്ച് വേണം ചെയ്യുവാനായിട്ട്. ഇപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു മാർക്കിങ്ങിൽ നമ്മൾ നോക്കിക്കുക, സാധാരണ നമ്മൾ ആമോൾ കർവ് വെച്ചിട്ട് നമ്മളിത് മാർക്ക് ചെയ്ത് നമ്മൾ ആ കൈക്കുഴി, ബാക്കിന്റെ കൈക്കുഴി നമ്മൾ വരച്ചു. ഇനി ഈ ഒരു ലൈനിൽ നിന്ന് തന്നെ അകത്തേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ സാധാരണ അതൊക്കെ നമുക്ക് കുർത്തിയിൽ നിന്ന് നമുക്ക് എടുക്കാൻ പ്രയാസമായി, അതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇതാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. ആ സ്ക്വയർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ മാർക്ക് ചെയ്യാം. അപ്പം നമ്മൾ 1/2 ഇഞ്ച് ഇങ്ങനെ നമ്മൾ സാധാരണ മാർക്ക് ചെയ്ത് പൊക്കി വെച്ചത് താഴത്തെ നമ്മൾ മാർക്ക് ചെയ്ത് അങ്ങനെ നമ്മൾ ബാക്ക് കൈക്കൂടിയും ഫ്രണ്ട് കൈക്കൂടിയും നമ്മൾ നന്നായി വരച്ചു. ഇനി നമുക്ക് വെട്ടിയെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇത് വളരെ എളുപ്പം ചെയ്യാം. അതേസമയം നമ്മൾ വേസ്റ്റ്, ഹിപ്പ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് മെഷർമെന്റ് എടുത്ത് അതിന്റെ പ്ലസ് കൂട്ടി മൈനസ് കൂട്ടിയൊക്കെ നമ്മൾ ഒത്തിരി സമയം കളയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കുറച്ച് ഇതിനെക്കുറിച്ച് അല്പം ഗ്രാഹ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന പരിപാടിയാണിത്. പക്ഷെ നിങ്ങളുടെ കുർത്തി കറക്റ്റ് പെർഫെക്റ്റ് ഉള്ള കുർത്തി ഇതിൽ മുകളിൽ വെക്കാൻ നിങ്ങൾക്കുണ്ടായിരിക്കണം. അല്ലെങ്കിൽ അത് ഇച്ചിരി ലൂസ് ആണെങ്കിൽ ടൈറ്റ് ആക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു 1/2 ഇഞ്ച് പുറകോട്ടേക്ക് മാറ്റി മാർക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇറുക്കമാണെങ്കിൽ 1/2 ഇഞ്ച് മുമ്പോട്ട് മാറ്റി മാർക്ക് ചെയ്യുക. അത്ര മാത്രമേ ഉള്ളൂ. നെക്കൊക്കെ കറക്റ്റ് ആയിരിക്കും. ഇപ്പം നമ്മൾ ബാക്കിനൊക്കെ വെട്ടി മാറ്റി, ഫ്രണ്ടിനൊക്കെ നമ്മൾ മറ്റു തുണിയിൽ വെട്ടുന്നു, ഇവിടെ വെട്ടുന്നൊന്നുമില്ല. ജസ്റ്റ് ആ കാണിച്ചിരിക്കുന്ന മാർക്കിങ്ങിൽ കൂടെ നമ്മൾ വെട്ടിയെടുക്കും. ഇപ്പം നമ്മൾ വെട്ടിയെടുത്ത എൻ്റെ കുർത്തിയുടെ ഭാഗമാണ് ഇവിടെ കാണുന്നത്. ഇനി നമ്മൾ ആ മുട്ട് സൂചിയൊക്കെ നമ്മൾ കുത്തി വേണം ചെയ്യാനായിട്ട്, കാരണം നമ്മൾ മാറിപ്പോയെന്നിരിക്കും. അതിൽ നമ്മൾ അവിടെ നിന്ന് ഊരിയെടുത്തു. ഇനി നമ്മൾ ഏറ്റവും അടിഭാഗത്ത് ഒരു ശകലം 1 ഇഞ്ച് മുകളിലോട്ട് നമ്മളിങ്ങനെ അങ്ങോട്ട് കയറ്റി നമ്മളത് ചെല്ലെങ്കിൽ നമ്മൾ താഴെ തൂങ്ങിക്കിടക്കും. ഇനി നമ്മൾ കൈയാണ് വെട്ടുന്നത്. കൈയും ഇതുപോലെ തന്നെ നമുക്ക് ടേപ്പിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല, കാരണം നമ്മൾ നമ്മുടെ കറക്റ്റ് കുർത്തിയുടെ ആ ഒരു കൈ അങ്ങോട്ട് വെച്ചിട്ട് വെട്ടുകയാണ്. അപ്പം നമ്മൾ ആ കറക്റ്റായിട്ടുള്ള ആ ജോയിന്റ്, ഷോൾഡർ ജോയിന്റ് അവിടെ വെച്ച് നാലായിട്ട് മടക്കിയിട്ടു. മുകൾ വശം നമ്മളെ നോക്കി ഫോൾഡഡ് ഭാഗമാണ്, താഴെ നമ്മുടെ ഓപ്പൺ ഭാഗവുമാണ്. അപ്പം നമ്മൾ അതുപോലെ തന്നെ കൈ ഇതേപടി മുകളിലേക്ക് കറക്റ്റായിട്ട് ആ ഫോൾഡ് ഭാഗത്ത് വെച്ചിട്ട്
നമ്മൾ അതുപോലെ തന്നെ നേരെ മാർക്ക് ചെയ്യണം. ആദ്യം നമ്മുടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തു. പിന്നെ ഒരു ഇഞ്ച് നമ്മൾ താഴോട്ട് മാറ്റി മടക്കി അടിക്കാൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൈയും ശരിയായി. ഇനി നമ്മൾ അവിടെയും ആ കൈയുടെ ജോയിന്റ്, കൈക്കൂടെ ജോയിന്റ് നമ്മളിവിടെ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തിട്ട് ഒരു മുകൾ വശം നമ്മൾ മാർക്ക് ചെയ്തു. ഈ പോയിന്റിലേക്ക് നമ്മൾ സ്ലീവിന്റെ അതേ ഷേപ്പിൽ തന്നെ നമ്മളങ്ങ് ജസ്റ്റ് വരയ്ക്കുകയാണ്. പ്രത്യേകിച്ച് സ്ലീവ് കട്ടിംഗ് ഒക്കെ ഒത്തിരി കാണിച്ചിട്ടുള്ളത് കൊണ്ട് ഇവിടെ കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. അപ്പം നമ്മുടെ സ്ലീവ് കട്ടിങ്ങും സീം എലമെന്റ്സ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ സ്ലീവും ഇവിടെ ഇത്രയും പെട്ടെന്ന് ശരിയായി. ഇനി നമുക്ക് പ്രത്യേകിച്ച് കാണുവാനായിട്ടുള്ളത് ഒന്നുമില്ല. നമുക്കിനി ക്യാൻവാസിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മളൊരു കട്ടികൾ തുണിയിലായാലും മതി, നമ്മൾ എങ്ങനെയാണ് വൃത്തിയായിട്ട് ഒരു നെക്ക് ഡിസൈൻ ചെയ്യുന്നതാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. നിങ്ങളതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം. ഈ വെച്ച് വെട്ടുന്ന മിക്കവർക്കും അറിയാം, പക്ഷേ ഈ നെക്ക് ഡിസൈൻ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ ആദ്യം ഒരു പേപ്പറിലോ ന്യൂസ് പേപ്പറിലോ ഒക്കെ വെട്ടി പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ക്യാൻവാസിലോ അല്ലെങ്കിൽ കട്ടികൾ തുണിയിൽ വെട്ടിയാലും മതി. വെട്ടി നിങ്ങൾക്ക് തയ്ച്ച് മടക്കി അടിക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ കാണിച്ചിരിക്കുന്ന ഈ നെക്ക് ഡിസൈൻ ഞാൻ അകത്തേക്കാണ് അടിച്ചിരിക്കുന്നത് പട്ടി. എന്നാൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും നല്ല കളറുകൾ ഇതിനോട് കമ്പൈൻ ചെയ്യാനുണ്ടെങ്കിൽ ഈ നെക്ക് ഡിസൈൻ നിങ്ങൾ ആ തുണിയിൽ വെട്ടിയിട്ട് വെളിയിലേക്ക് തന്നെ നിങ്ങൾ അടിച്ച് അതിന് ഇതിനേക്കാളും ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ കൈക്കൂലി ഇവിടെ നമ്മൾ വെട്ടി, അകത്തെ കൈക്കൂലി നമ്മൾ കുഴിച്ച് വെട്ടുകയാണ്. ഓക്കെ, അപ്പോൾ ഈ കുഴിച്ച് വെട്ടുന്നതൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽഡ് എൻ്റെ ഒരു സ്ലീവ് കട്ടിങ് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുക, എൻ്റെ മറ്റ് വീഡിയോകൾ കാണാത്തവർ കാണുക. എൻ്റെ ബ്ലൗസ് കട്ടിംഗ് ഒക്കെ ഒത്തിരി പേർക്ക് സഹായിച്ചു എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് നിങ്ങളൊക്കെ കണ്ടു പഠിക്കുകയും കമന്റ് അടിക്കുകയൊക്കെ ചെയ്യുക. ഇവിടെ നമ്മൾ നോക്കി എങ്ങനെയാണ് ക്യാൻവാസിൽ വെട്ടുന്നത് നമുക്ക് നോക്കാം. 6 ഇഞ്ചാണ് എൻ്റെ നെക്കിന്റെ ഇറക്കം. അതുപോലെ തന്നെ ഞാൻ മടക്കി ഇട്ടിട്ട് ഈ എൻ്റെ വശം മടക്കി മറ്റേ വശം ഓപ്പൺ സൈഡുമാണ് 6 ഇഞ്ച്. താഴേക്ക് 3 ഇഞ്ച് നമ്മുടെ നെക്ക് വിടുത്തും. എപ്പോഴും നമ്മൾ 3 ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. താഴോട്ട് നമ്മൾ 6 ഇഞ്ചും മാർക്ക് ചെയ്തു. ആ ഒരു സ്ക്വയറിനകത്താണ് നമ്മളിപ്പം നെക്ക് വരയ്ക്കാൻ പോകുന്നത്. ആ കോർണറിൽ നിന്ന് ഞാൻ ഇവിടെ 1 ഇഞ്ച് ഒരു ഡോട്ട് കൊടുത്തു. അവിടെ സ്വല്പം മുകളിലോട്ട് സ്വല്പം ചേർത്ത് ഞാൻ ഒരു 3/4 ഇഞ്ച് ഡോട്ട് കൊടുത്തു. ഇനിയും ഈ റൈറ്റ് സൈഡ് ഞാൻ ഒരു 1.25 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഈ 1.25 ഞാൻ ആ റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തു. എന്നിട്ട് അവിടുന്ന് വെളിയിലേക്ക് ഒരു 1/4 ഇഞ്ച് അല്ല 1/2 ഇഞ്ച്, 1/4 ഇഞ്ച് മതിയാവും. അപ്പം ഞാൻ ഈ ആദ്യത്തെ ഡോട്ടുമായിട്ട് നമ്മുടെ ഫോൾഡഡ് ഭാഗം യോജിപ്പിച്ചു. രണ്ടാമത്തെ ഡോട്ടുമായിട്ട് അതും യോജിപ്പിച്ചു. വെളിയിൽ വരച്ചിരിക്കുന്ന ആ ഡോട്ടുമായിട്ട് യോജിപ്പിച്ചു. ഈ ഷേപ്പിലാണ്, നിങ്ങൾ ഷേപ്പ് ശ്രദ്ധിച്ചോണം. എന്നിട്ട് ഇതുപോലെ അകത്തേക്ക് ഉണ്ടോ, ഈ വരുന്ന ലൈൻ അകത്തേക്ക് സ്വല്പം എടുത്തിട്ട് ആ ഡോട്ടിലേക്ക് കൊണ്ട് മുട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ 2-3 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താൽ മാത്രം അത് ഈസിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ ഒന്നുകൂടെ ഡാർക്കായിട്ട് വരയ്ക്കുകയാണ്. ഇതുപോലെ നിങ്ങൾ ഷേപ്പ് ചെയ്തിട്ട് ഉണ്ടല്ലോ, നമ്മൾ ഇനി ഇത് വെട്ടിയെടുക്കണം. അങ്ങനെ നമ്മുടെ നെക്കും ഇവിടെ ശരിയായി. ഇനി നെക്കിന് ഇതേ ഷേപ്പിൽ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെവശം വെട്ടാം. പക്ഷെ അത് വളരെ അറിയാവുന്നവർക്ക് പ്രയാസം, അല്ലാത്തവർ സ്ക്വയർ തന്നെ അങ്ങ് വെട്ടിയാൽ മതി. അങ്ങനെ മടക്കുമ്പോൾ എൻ്റെ നെക്കിന്റെ ഷേപ്പ് കണ്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അത്. ഇനി ഞാൻ ഇത് ഈ ഒരു തുണിയിലേക്ക് വെച്ച് ഞാൻ അടിക്കുകയാണ്. ഓക്കെ, ആ അറ്റം വഴി ചേർത്ത് ഞാനിങ്ങനെ ജസ്റ്റ് സൈഡിൽ കൂടെ അടിക്കുകയാണ്. ക്യാൻവാസ് ഒട്ടിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടിച്ചെടുത്താലും മതി. അടിച്ചിട്ട് ഞാൻ എൻ്റെ 4 വശവും നോക്കിക്കേ, അതും മടക്കി അടിച്ചിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ ഫ്രണ്ട് പീസിന്റെ സെന്ററിൽ ഞാനൊരു നോച്ച് കൊടുത്തു. അവിടേക്ക് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ നെക്കിന്റെ ഈ പീസ് എടുത്ത് നമ്മൾ കറക്റ്റ് നടുക്കായിട്ട് നമ്മൾ വെച്ചിട്ട് പിൻ കുത്തി, നമ്മൾ കറക്റ്റ് താഴെയും മുകളും ഒക്കെ കറക്റ്റ് സെന്ററിലാണോ നമ്മൾ നോക്കണം, അല്ലെങ്കിൽ ആ നെക്ക് ഭംഗിയായിട്ട് വരില്ല. അതെല്ലാം നമ്മൾ നോക്കിയിട്ട് അവിടെ പിൻ കുത്തുക. പിൻ കുത്തിയിട്ട് നമ്മൾ മുമ്പേ അടിച്ചതുപോലെ തന്നെ ഈ പീസും നമ്മുടെ മെയിൻ ഫ്രണ്ട് പീസും കൂടെ നമ്മൾ ആ നെക്ക് ലൈനിൽ കൂടെ തന്നെ നമ്മൾ അടിക്കുക. ഓക്കെ, അങ്ങനെ അടിച്ചതിന് ശേഷം ഇപ്പോൾ ഇത് ഞാൻ അടിച്ചു കഴിഞ്ഞു. ഇനി ഞാനൊരു 1/4 ഇഞ്ച് വെട്ടിയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട് പാർട്ടും ഈ ഒരു പീസിൻ്റെ പാർട്ടും കൂടെ ഒരുമിച്ച് ഞാനിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. എക്സ്ട്രാ ഉള്ള ഈ തുണി വെട്ടി മാറ്റിയതിന് ശേഷം ഞാൻ മറിച്ചിടുമ്പോഴാണ് ഈ നെക്ക് അകത്തേക്കാണ് പോകുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഞാൻ സെയിം തുണിയാണ് തന്നെ വെച്ചിരിക്കും, ഞാൻ അതുകൊണ്ട് അകത്തേക്ക് മടക്കുന്നു. നിങ്ങൾ മറ്റൊരു തുണി കളർഫുൾ നല്ലൊരു കോൺട്രാസ്റ്റ് കളറൊക്കെ വെക്കുന്നത് നിങ്ങൾക്ക് നല്ല വശത്തേക്ക് തിരിച്ച് അഴുക്ക് വശത്ത് വെച്ചിട്ട് നല്ല വശത്തേക്ക് നിങ്ങൾ മറിച്ചിട്ടാൽ ആ ഒരു ഡിസൈൻ മൊത്തമായിട്ട് ആ കളറിൽ കാണാൻ സാധിക്കും. അപ്പം നല്ല ഭംഗിയായിരിക്കും കുറച്ചുകൂടെ. അപ്പം ഞാനിത് മറിച്ചിടാൻ പോവുകയാണേ. മറിച്ചിടുമ്പോൾ കോർണർ ഭാഗം കണ്ടില്ല, ഇങ്ങനെ കോർണറായി നിൽക്കുന്ന ഏറ്റവും അങ്ങനെ അകത്തേക്ക് കുഞ്ഞിരിക്കുന്ന ഭാഗം ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുക. വളഞ്ഞ ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് നമുക്കത് അറിയാവുന്ന കാര്യമാണ്. എവിടെയെല്ലാം നമ്മൾ അകത്തേക്ക് ഇങ്ങനെ ഇരിക്കുന്ന കുഴിഞ്ഞ ആ ഭാഗമൊക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു കട്ട് കൊടുക്കണം. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗങ്ങളാണെങ്കിൽ അവിടെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. അപ്പം നമ്മൾ മറിച്ചിടുമ്പോൾ ആ കോർണറൊക്കെ നല്ല ഭംഗിയായിട്ട് വരും. അതായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. ഇപ്പോൾ വളഞ്ഞ ഭാഗങ്ങളിലൊക്കെ ഞാൻ കട്ട് കൊടുത്തു. ഇനിയും കട്ട് കൊടുക്കാനായിട്ടുള്ളത് ഈ കോർണർ കണ്ടില്ലേ, ആ കോർണറിൽ ഞാൻ കൂട്ടിപ്പിടിച്ചിട്ട് അവിടെ ആ തുണി അങ്ങ് എക്സ്ട്രാ വെട്ടി മാറ്റുകയാണ്. ഇപ്പുറത്തും അതുപോലെ തന്നെ ഒരു കോർണറുണ്ട്, നമ്മളൊന്നുകൂടെ നോക്കി കറക്റ്റായിട്ട് വെട്ടണം.
ഇപ്പുറത്തും അതുപോലെ തന്നെ ഒരു കോർണറുണ്ട്. ആ കോർണറിലെ തുണി വെട്ടി മാറ്റിയെങ്കിലും നമുക്ക് മറിച്ചിടുമ്പോൾ നല്ല ഭംഗിയായിട്ട് ആ കോർണർ നല്ല കറക്റ്റായിട്ട് വന്നിരിക്കത്തുള്ളൂ. ഇനി നമ്മളൊരു ചെറിയ സ്ക്രൂ ഡ്രൈവറിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ കത്രികയുടെ അറ്റം കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് നമ്മൾ ആ ഒരു കോർണറൊക്കെ നല്ല കറക്റ്റായിട്ട് അകത്തേക്ക് മടക്കിയിട്ട് കഴിയുമ്പോൾ നമുക്ക് നല്ല ഒരു നെക്ക് കിട്ടും. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻസിൽ എഴുതുക. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. 75% ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ അത് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അടിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. ഞാൻ ആഗ്രഹിക്കുന്ന നല്ല ഒരു ക്ലാസ്സുകളുമായിട്ട്, അതായത് ഇപ്പോൾ എല്ലാവരും ഈ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ പലരും ചോദിച്ചു ഓൺലൈൻ ക്ലാസ് തുടങ്ങുന്നുണ്ടോ എന്ന്. പക്ഷെ ഞാൻ ആദ്യം പ്ലാൻ ചെയ്തു ഞാനൊരു ഫീസൊക്കെ എടുത്തൊരു ക്ലാസ് തുടങ്ങാം. പിന്നെയും എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ക്ലാസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കോൺ അമർത്തുക, ഓൾ ഓപ്ഷനും കൂടെ അമർത്തുക. എങ്കിൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെ ഒരു വോട്ടിംഗ് സിസ്റ്റം ഇടും. അപ്പോൾ നിങ്ങൾ 50 പേരെങ്കിലും കുറഞ്ഞത് എൻ്റെ ക്ലാസ്സുകൾ കാണാൻ താല്പര്യമുണ്ട്. അതായത് ഞാൻ കുറച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇട്ടിട്ട് കാര്യമുള്ളൂ. ഇതിൻ്റെ പുറകിൽ ഒത്തിരി കഷ്ടപ്പാടുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാം. വിചാരിക്കുന്നത് പോലെയല്ല വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ആ അഭിപ്രായം അറിയിക്കുക. ഒരു പൈസ പോലും വാങ്ങിക്കാതെ കംപ്ലീറ്റ്ലി ഫ്രീ കോഴ്സാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ കട്ടിങ്ങുകളിലെല്ലാം ഒന്നും മറച്ച് വെച്ചിട്ടില്ല. എൻ്റെ 36 ഇഞ്ച് ബ്ലൗസ്, എല്ലാ ബ്ലൗസ് കട്ടിങ് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഒന്നും മറച്ച് വെച്ചിട്ടില്ല. എനിക്കറിയാവുന്ന എല്ലാം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ടുകൂടെ ചിലർക്ക് സംശയങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഒരു ഓൺലൈൻ ക്ലാസ് ആരംഭിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന. കാരണം ബേസിക് തൊട്ട് എങ്ങനെ തുണി മടക്കണമെന്ന് തുടങ്ങി, തുണി എങ്ങനെ ഇടണമെന്ന് തുടങ്ങി, എന്തെല്ലാം സൂചികളുണ്ട്, അങ്ങനെ അനേകം കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുവാനായിട്ട് എനിക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ നിങ്ങൾ കമൻറ്റിൽ എഴുതുക. എങ്കിൽ ഞാൻ അങ്ങനെ ക്ലാസ് തുടങ്ങാം. പക്ഷേ കാണുവാൻ ആളുകൾ ഉണ്ടാവണം. ഇല്ലാതെ ഞാൻ വെറുതെ ഇട്ടിട്ട് കാര്യമില്ല. ഒരു പൈസ പോലും ഫ്രീ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഈ കാര്യങ്ങൾ എത്തിക്കുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തും നിങ്ങൾ ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും ഒക്കെയാണ് എന്നെ സഹായിക്കേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ നോക്കി ഇത് കൂട്ടിയടിച്ചിട്ട് നിങ്ങൾക്ക് അതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. പുറകുവശം കൂട്ടിയടിച്ചു, ഞാൻ ഷോൾഡർ കൂട്ടിയടിച്ചു. അതെല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നോക്കിയാലും മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ കൈയും കൂട്ടിയടിച്ചു, അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. സൈഡ് കൂട്ടിയടിച്ച് താഴെവശം മടക്കി അടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല ഇതുപോലുള്ളൊരു നോക്കിക്കുക, എങ്ങനെ എത്ര ഭംഗിയാന്ന് നോക്കിയാൽ നെക്ക് നല്ല ഭംഗിയുള്ള നെക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ കമൻറ്റുകൾ തീർച്ചയായിട്ടും അയയ്ക്കുക. മറ്റൊരു വീഡിയോ കാണുമ്പോൾ ബൈ.